ഹലോ ബ്യൂട്ടീസ്, വെൽക്കം ബാക്ക് ടു അഴക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ലിപ്സ്റ്റിക് ട്യൂട്ടോറിയലാണ്. ലിപ്സ്റ്റിക് ട്യൂട്ടോറിയൽ എന്ന് വെച്ചാൽ നമ്മുടെ ഫുള്ളർ ലിപ് ട്യൂട്ടോറിയൽ. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ വേറൊരു കാര്യം പറയാം. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഏകദേശം 10,000 അടുപ്പിച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇനി ഏകദേശം ഒരു 100 സംതിങ് കൂടെ മാത്രം മതി 10,000 തികയാൻ വേണ്ടി. ഞാൻ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് 10,000 തികയാൻ വേണ്ടിയിട്ട്. നിങ്ങളെല്ലാവരും മാക്സിമം ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഞങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ പറ്റുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് 10,000 ആക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമുക്കിപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള 2 സാധനങ്ങളെന്ന് വെച്ചാൽ, ഒന്ന് ഒരു ലിപ് ലൈനറും ഒന്ന് ഒരു ലിപ്സ്റ്റിക്കുമാണ്. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഒരു ന്യൂഡ് കളറാണ് എടുത്തേക്കുന്നത്. ഞാനപ്പോൾ കാണിച്ചു തരാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ആദ്യം നമുക്ക് ലിപ്പിന് ലൈൻ കൊടുക്കാം. ലിപ്പിന് ലൈൻ കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ, ലിപ്പിൻ്റെ ഉള്ളിൽ കൊടുക്കാൻ നിൽക്കരുത്. ഈ പുറഭാഗം ഇല്ലേ, ഈ ഭാഗം ആ ഭാഗത്ത് വേണം നമ്മൾ ലൈൻ കൊടുക്കാൻ വേണ്ടി. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ പുറത്ത് വേണം ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ കാര്യമുള്ളൂ കേട്ടോ. ഓക്കെ, ഞാനപ്പോൾ ലൈൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. ഇപ്പോൾ തന്നെ ലിപ്പ് കുറച്ച് വലുതായ പോലെ തോന്നും നമ്മളിത് വരച്ച് കഴിയുമ്പോൾ തന്നെ. വേണ്ട, താഴ്ഭാഗമാണെങ്കിലും താഴത്തേൻ്റെ പുറത്തെ ലൈനിൽ കൂടെ ഞാൻ വരച്ചിട്ടുള്ളത്, മുകളിലും അങ്ങനെ തന്നെ. ഇനി അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ, ഇവിടുന്ന് താഴോട്ട് ഇങ്ങനെ ഒരു വര, ഇവിടുന്ന് ഓക്കെ അടുത്ത അതുപോലെ തന്നെ നമ്മുടെ താഴത്തെ ലിപ്പിലും ഇതിപ്പം നമ്മൾ ഇപ്പം ഇങ്ങനെ വര കൊടുത്താലും നിങ്ങളിപ്പം വിചാരിക്കും ലിപ്സ്റ്റിക് ഇടുമ്പോൾ അതിൻ്റെ ഉള്ളിലാവൂലേന്ന്. അത് അകത്താവും, എന്നാലും പ്രശ്നമില്ല. നമ്മുടെ ലിപ്പ് കുറച്ചും കൂടെ പ്ലമ്മായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെക്ഷൻ, ഈ രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, കണ്ടോ? ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ അഡീഷണലായിട്ട് ഈ 2 ലൈൻ കൊടുത്തില്ലേ, അത് നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഇവിടെ കുറച്ചൊന്ന് വലുതായിട്ട് ഫീൽ ചെയ്യും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ, നമ്മൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു ലിക്വിഡ് ടൈപ്പാണ്. എനിക്ക് ഈ കളർ ഒത്തിരി ഇഷ്ടമുള്ളൊരു കളറാണ്. ഈ ബ്രാൻഡ് ഇത് മിസ് റൊമാൻറ്റിക് എന്ന് പറഞ്ഞിട്ടൊരു എന്താ സൂപ്പർ ചിക്ക് 24 ആണ്, അല്ല നമ്പർ 12 ആണ്. ബ്രാൻഡ് നെയിമാണെന്ന് തോന്നുന്നു, സൂപ്പർ ചിക്ക് 24. ഇതിവിടെ എനിക്കൊരു സാധാ കടയിൽ നിന്ന് കിട്ടിയതാണ്. 10 ഹംസ കണ്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു. പക്ഷേ നല്ല കളറാണ്, നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഞാൻ ഇപ്പോൾ ലിപ്സ്റ്റിക്ക് ഇടുന്ന കാണിച്ചു തരാം. ഇത് കണ്ടോ, ലിപ്പ് കുറച്ച് വലുതായിട്ട് ഫീൽ ചെയ്യുന്നില്ലേ? ഇപ്പം നമ്മൾ ലിപ്സ്റ്റിക് എല്ലാം ഇട്ട് കഴിഞ്ഞു, ആദ്യം ലിപ് ലൈനർ വരച്ചു, ഇതെല്ലാം കഴിഞ്ഞു. ഇനി അഡീഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പും കൂടെ ഞാൻ പറഞ്ഞു തരാം. അതൊരു ട്രിക്കാണ് കേട്ടോ. ഇതെല്ലാം നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ ചെയ്യുന്നത് കുറച്ചും കൂടി ഇങ്ങനെ എടുത്തിട്ട്
ഈ മുകൾ ഭാഗം ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒരു ഫിനിഷിങ് കൊടുക്കുക. കണ്ടോ, ലിപ്പ് നല്ല വലുതായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ നമ്മളിങ്ങനെ ലാസ്റ്റ് ആ ഒരു ഫിനിഷിങ് കൊടുക്കുന്ന ടൈമിൽ കുറച്ച് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കത് ലിപ്പ് ലൈനർ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഓക്കെ ആക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഷേപ്പ് അങ്ങോട്ടോ ഇങ്ങോട്ടോ വല്ല മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വളരെ സിമ്പിളാണ്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഓൾറെഡി വലിയ ലിപ്പ് തന്നെ ആയിരിക്കും, എന്നാൽ പോലും അതൊരു ഫുള്ളർ ലിപ്സ് ആയിരിക്കത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഇത് ട്രൈ ചെയ്യുക കേട്ടോ. അല്ലാതെ ഇതും കൂടെ ഇടുമ്പോഴത്തേക്ക് പിന്നെയും ഒരുപാട് വലുതാവുമെന്ന് വിചാരിക്കരുത്. ഇത് ഇടുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഭംഗിയായിട്ട് നമ്മുടെ ലിപ്പ് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു സീക്രട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക് ലിപ്സ്റ്റിക്കിൻ്റെത്. നല്ല എന്താ പറയുക, കുറച്ച് നല്ല ഒരു ഫുള്ളറായിട്ടുള്ളൊരു ലിപ്പ് കിട്ടും. എനിക്കിപ്പോൾ അങ്ങനെയാണ് ഇതിനെപ്പറ്റി പറയാൻ തോന്നുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇപ്പം നമ്മൾ ചില ആൾക്കാരെയൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുമ്പോഴത്തേക്ക് നല്ല ലിപ്പ് എന്ന് വെച്ചാൽ അവർക്ക് ചിലപ്പോൾ ഇതിപ്പം എന്തെങ്കിലുമൊക്കെ ഒന്നീ സർജറി ചെയ്തോ എന്താണെന്ന് ചിലപ്പോൾ നല്ല നല്ല ഭംഗിയുള്ള ലിപ്സ് കാണാറുണ്ട്. അങ്ങനെ ഞാൻ കുറേ പല പ്രാവശ്യം പല കാര്യങ്ങളും ട്രൈ ചെയ്ത് ഏറ്റവും ലാസ്റ്റ് ഞാൻ ഈ ഒരു ടെക്നിക്കാണ് ഇപ്പം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനത്തെ ഒരു ലിപ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരും. ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രസ് ചെയ്യാൻ മറക്കരുത്, എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. നമുക്കപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം. അതുവരേക്കും ടാറ്റാ.